ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ അയോധ്യയിൽ ഇപ്പോൾ ഉയരുന്നത് കോടികളുടെ ഭൂമി കുംഭകോണം നടന്നതിനെ കുറിച്ചാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഭൂമി തുച്ഛമായ വിലക്ക് വാങ്ങി വൻ വിലയ്ക്ക് മറിച്ചു വിറ്റെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് അയോധ്യയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ആരാണ് കൊള്ളയ്ക്ക് പിന്നിൽ എന്നറിയേണ്ട കാര്യമുണ്ടോ? കൊള്ളയ്ക്ക് മുൻപിലും പിൻപിലും സംഘപുത്രന്മാർ തന്നെ. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ച് SIT അന്വേഷണം നടക്കുന്നതിനിടെ സംഭാവനയായി ലഭിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ രേഖകളിലില്ലെന്ന് കണ്ടെത്തൽ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സമർപ്പിച്ചവയാണിവ. ഇതോടെയാണ് എല്ലാ തട്ടിപ്പുകളുടെയും തുടർക്കഥ പുറത്തു വന്നത്. 2.77 ഏക്കർ ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടതോടെയാണ് ഈ പകൽ കൊള്ളയുടെ ആരംഭം. ഈ സുപ്രീം കോടതി വിധി വന്നതോടെ അയോധ്യ ഒരു സുപ്രധാന ആഗോള തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി മാറുമെന്നുറപ്പായി. ഇതിന് പിന്നാലെ അയോധ്യയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമി വില വളരെ പെട്ടെന്ന് കുതിച്ചുയർന്നു. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് ഇടനിലക്കാരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് സാധാരണക്കാരായ കർഷകരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങി പിന്നീട് രൂപീകരിക്കപ്പെട്ട രാമക്ഷേത്ര ട്രസ്റ്റിന് വൻ തുകയ്ക്ക് മറിച്ചു വിറ്റത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെറും 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഒരു ഭൂമി കൃത്യം 10 മിനിറ്റിന് ശേഷം രാമജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റിന് വിറ്റത് 18.5 കോടി രൂപക്കാണ്. അതായത് വെറും 10 മിനിറ്റ് കൊണ്ട് ലാഭം കൊയ്തത് 16.5 കോടി രൂപ. ഈ പണം വരുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് വിശ്വാസികൾ നൽകിയ സംഭാവനയിൽ നിന്നാണെന്ന് ഓർക്കണം. ഈ ഭൂമി കൊള്ളയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് വമ്പൻ സ്രാവുകളാണ്. അയോധ്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, അവരുടെ ബന്ധുക്കൾ എന്നിവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി നിയമവിരുദ്ധമായി സ്വന്തമാക്കിയെന്നാണ് ആരോപണം. ദളിത് കർഷകരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിലെ നിയമപരമായ തടസ്സങ്ങൾ പോലും ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗിച്ച് മറികടന്നുകൊണ്ടാണ് കൊള്ള നടത്തിയത്. വിശ്വാസത്തിന്റെ മറവിൽ വലിയ കൊള്ളയാണ് BJP സർക്കാർ അവിടെ നടത്തിയതെന്ന് വ്യക്തം. ഭൂമി ഇടപാടുകൾ മാത്രമല്ല, അയോധ്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടുണ്ട്. ആദ്യത്തെ കനത്ത മഴയിൽ തന്നെ അയോധ്യയിലെ കോടികൾ മുടക്കി നിർമ്മിച്ച റോഡുകൾ തകരുകയും റൺവേയിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിള്ളലുകൾ വീഴുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. നിർമ്മാണ കരാറുകൾ നടന്നതിലും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് CAG റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് പുറത്തുവരുന്ന സൂചനകൾ. അയോധ്യയിൽ അഴിമതിയാണെന്ന് വ്യക്തം. ബാബറി മസ്ജിദിലേക്ക് പണ്ട് രാമവിഗ്രഹം ഒളിച്ചു കടത്തിയത് സംഘപരിവാരങ്ങളായിരുന്നുവെന്നത് മറന്നുപോകരുത്. ഒളിച്ചു കടത്താൻ മാത്രമല്ല, ശ്രീരാമനെ തന്നെ അടിച്ചു മാറ്റാനും തങ്ങൾക്ക് കഴിയുമെന്ന് സംഘപരിവാരങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നേരിട്ട് നിയമിച്ച സമിതിയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് മറക്കരുത്. ഇവർ ക്ഷേത്രത്തിൽ വരുമ്പോൾ CCTVകൾ ഓഫ് ചെയ്യപ്പെടുന്നു. കുത്തിക്കവർച്ച നടക്കുന്നതായാണ് ആക്ഷേപം. വിശ്വാസത്തിന്റെ പേരിൽ സംഘപരിവാർ നടത്തുന്ന കൊള്ളക്കെതിരെ ഹിന്ദു ഉണരുമോ? അല്ലെങ്കിൽ കൊള്ളക്കാർക്ക് കുടപിടിക്കുമോ? മോദിയും യോഗിയും ഇനിയും അധികാരത്തിൽ തുടരണോ? ഈ ചോദ്യങ്ങൾ ഈ കൊള്ളക്കാരുള്ള കാലത്തോളം ഇവിടെയുണ്ടാകുമെന്ന് തീർച്ച.